പഞ്ചാബിലേക്കുള്ള യാത്രയിൽ അങ്ങനെ രാവിലെ തന്നെ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്ന നോക്കിയതാണ്. അപ്പോൾ അവിടെ പറ്റിയ സൗകര്യമുണ്ട്. അവിടെ നമ്മൾ പുള്ളപ്സ് ചെയ്ത് നമ്മൾ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ വടാപ്പാവ് അടിപൊളിയാന്ന് പറഞ്ഞ് കഴിച്ചതാണ്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പക്ഷെ ഇച്ചിരി എരിവുണ്ടായിരുന്നു. ഞാൻ മണ്ടത്തരം കാണിച്ചത് അത് മുളക് കഴിച്ചിട്ടാണ്, അല്ലാതൊന്നുമല്ല. നല്ല 2 മുളക് കഴിക്കേണ്ടി വന്നു. രണ്ടും ഒരുമിച്ച് കഴിച്ചോളാം. അയ്യോ അത് ഒരുമിച്ച് കഴിച്ചല്ലോ. നല്ല എരിവാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. 30 നമ്മളെ ചാമ്പ്യൻ പറഞ്ഞ 30 പുള്ളപ്സ് അടിക്കുന്നു. പിന്നെ 30 പുള്ളപ്സ് അടിച്ചു കഴിഞ്ഞ ആള് വന്ന് ഞാൻ കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ എൻ്റെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് ഇതുകൊണ്ടാ ട്രെയിൻ രണ്ടും കൂട്ടിയിടിക്കാൻ പോകുന്നതാണൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നില്ലേ അങ്ങനെയൊക്കെ. ഞങ്ങളപ്പോൾ ഞാനേ കാർത്തിക് സാറ് ഇല്ലാതെല്ലാം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പട്ടിയെടുത്ത് മാറാന്ന് പറഞ്ഞിട്ട് പട്ടി മാറുന്നില്ല. പട്ടിക്ക് വല്ലോ ഹിന്ദി അറിയോ അല്ല മലയാളം അറിയോ ഇല്ല. അങ്ങനെ പട്ടിയുടെ കടി മേടിക്കേണ്ടത് ഞാൻ വേറെ ഡബയിലോട്ട് എടുത്തിട്ട് വെറുതെ കടി മേടിക്കണ്ടല്ലോ. ഇനിയാണ് അംഗം. നമ്മുടെ ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റ് ആൾ കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കി. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത്. പിന്നെ നമ്മൾ നാണിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കാന്നേ ഉള്ളതെന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ ചലഞ്ചുകൾ ചെയ്തു. അതായത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആരെ ശല്യപ്പെടുത്തിയൊന്നുമില്ല കേട്ടോ. നമ്മൾ വേറെ ആളുകളുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെ ചെയ്തത്. പ്ലസ് ട്രെയിൻ എടുത്തപ്പോഴാണ് ഓടിച്ചാടി ട്രെയിനിൽ കയറി ഷാഡോ ബോക്സിംഗ് ഒക്കെ ട്രെയിനിൽ തന്നെ ചെയ്തു.